وأما أمر الحاضر അപ്പോൾ അമർ ഹാദിർ ഫയകൂനു ബിഹദ്ഫി അലാമത്തിൽ ഇസ്തിഖ്ബാൽ ഇസ്തിഖ്ബാലിന്റെ അടയാളം ഇല്ലാതാക്കുന്നതിലൂടെയാണ്. ثم إن كان ما بعده متحركا فهو الأمر بسكون الآخر ഇസ്തിഖ്ബാലിന്റെ അടയാളം കളഞ്ഞതിനു ശേഷം ഹർക്കത്താക്കപ്പെട്ടതാണെങ്കിൽ അപ്പോൾ അവസാനത്തിൽ സുക്കൂൻ ചെയ്യും. നഹ്വു സിൻ മിൻ വസന യസിനു വസന യസിനു എന്നതിൽ നിന്ന് സിൻ ഉണ്ടായ പോലെ. അതായത് വസന എന്നത് മാദി, അതിന്റെ മുസ്തഖ്ബിൽ യസിനു. ഇതിലെ യാഇനെ കളഞ്ഞാൽ ശേഷമുണ്ടാകുക സിൻ എന്നാണ്. ഇപ്പോൾ ഇവിടെ മുദാരിഅത്തിന്റെ ഹർഫ് യാഇനെ കളഞ്ഞപ്പോൾ ശേഷമുള്ള സാഇന് കിസറാണ്. അപ്പോൾ അവസാനം സുക്കൂൻ ചെയ്താൽ മാത്രം മതി. ഇതുപോലത്തത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന കിതാബുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ശേഷം വരുന്ന 2 രൂപങ്ങളാണ് കൂടുതലായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം. അമ്മ ഇൻ കാന മാ ബഅദഹു സാക്കിനൻ, ഇനി മുളാറഅത്തിന്റെ ഹർഫിനെ കളഞ്ഞ ശേഷം സുക്കൂനാണെങ്കിൽ ഫതുദ്ഖിലു അലിഫൽ വസ്ലി ഫി ഔവലിൽ മുസ്തഖ്ബിലി മക്സൂറത്തൻ, കെസ്റാക്കപ്പെട്ട വസ്ലിന്റെ അലിഫിനെ ആദ്യത്തിൽ പ്രവേശിപ്പിക്കും. എന്നാൽ അവസാനത്തേതിന് മുമ്പുള്ള അക്ഷരം കെസ്റോ ഫതഹോ ആയാൽ, അതായത് ഉദാഹരണ സഹിതം പറയാം. ഫതഹ യഫ്തഹു എന്നതിലെ യഫ്തഹുവിൽ അതാണല്ലോ മുസ്തഖ്ബിൽ. അവസാനത്തെ മുമ്പുള്ള ഹർഫിന്റെ ഹർക്കത്ത് ഫതഹാണല്ലോ. നമ്മൾ മുമ്പ് പഠിച്ചു മുസ്തഖ്ബിലിന്റെ സീഗാപദം 3 രൂപത്തിലാണുണ്ടാകുക. ഒന്നിരിക്കൽ അവസാനത്തിന്റെ മുമ്പുള്ള ഹർഫിന്റെ ഹർക്കത്ത് കെസർ. ഉദാഹരണം യദ്രിബു, ഇവിടെ റാഇന് കെസർ വന്നു. മറ്റൊരു രൂപം യഫ്തഹു, ഇവിടെ താഇന് ഫതഹ് വന്നു. യഖ്തുലു, ഇവിടെ അവസാനത്തിന്റെ മുമ്പുള്ള ഹർഫായ താഇന് ദമ്മു വന്നു. നീ 3 രൂപത്തിൽ മാത്രമേ മുസ്തഖ്ബിൽ വരൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് അവസാനത്തിന്റെ മുമ്പ് ഫതഹോ കെസറോ ആയാൽ മുദാറഅത്തിന്റെ ഹർഫിനെ കളഞ്ഞ ശേഷം കിസറാക്കപ്പെട്ട വസ്ലിന്റെ അലിഫിനെ കൊണ്ടുവരും. എന്താണ് വസ്ലിന്റെ അലിഫ്? അലിഫ് 2 തിരിക്കാം. ഒന്ന് വസ്ലിന്റെ അലിഫ്, മറ്റൊന്ന് ഖത്ഇന്റെ അലിഫ് എന്നും പറയും. തുടക്കത്തിൽ വരികയും മറ്റൊന്നിനോട് കൂടുമ്പോൾ പോവുകയും ചെയ്യുന്ന അലിഫാണ് വസ്ലിന്റെ അലിഫ്. ഉദാഹരണം ഇദ്രിബു എന്ന് പറയുമ്പോൾ ഈ എന്ന അലിഫിനെ വ്യക്തമായി പറയുന്നു. എന്നാൽ അതിന്റെ മുമ്പൊരു വാവ് വന്നാൽ ആ അലിഫിനെ ഉച്ചരിക്കില്ല, വദ്രിബ് എന്നാണ് പറയുക. ഇനിയും പല ഉദാഹരണങ്ങളുണ്ടാകും. നിങ്ങൾ ഖുർആൻ നോക്കി കണ്ടെത്തണം. ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ വരുമ്പോൾ വ്യക്തമായി പറയുകയും കൂട്ടിവച്ചിരിക്കുമ്പോൾ പോവുകയും ചെയ്യുന്ന ആലിഫിനാണ് വസ്ലിന്റെ അലിഫ് എന്ന് പറയുന്നത്. ഇനി ഖത്ഇന്റെ അലിഫ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി തുടക്കത്തിലും അവസാനവും നടുവിനും വരും. മറ്റൊന്ന് മുമ്പിൽ വന്നതുകൊണ്ട് ആലിഫ് പോവുകയില്ല. ഉദാഹരണം പറയാം. അഖല, ഇവിടെ വാവ് വന്നാലും വ അഖല എന്ന് തന്നെയാണ് പറയുക. നടുവിൽ വന്നതിന്റെ ഉദാഹരണം ദാബ, ഇതുപോലെ അവസാനത്തിലും വരും ബദഅ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം വസ്ലിന്റെ അലിഫിന്റെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടാകൂ. ഒരു വാക്കിന്റെ നടുവിലോ അവസാനമോ വരില്ല. അതുപോലെ തുടക്കത്തിൽ വന്നാൽ അതിനെ ഉച്ചരിക്കുകയും മറ്റൊരക്ഷരമോ പദമോ മുൻപിൽ വന്നാൽ കൂട്ടി വായിക്കുമ്പോൾ അത് പോവുകയും ചെയ്യും. ഖത്തറിന്റെ അലിഫ് തുടക്കത്തിലും നടുവിലും അവസാനവും വരും. എപ്പോഴും ഉച്ചരിക്കുകയും ചെയ്യും. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നാം പറഞ്ഞു വന്നത് അംർ ഹാദിർ ഉണ്ടാക്കുന്ന 3 രൂപങ്ങളിൽ രണ്ടാമത്തേതാണ്. മുസ്തഖ്ബിലിന്റെ ഹർഫ് കളഞ്ഞതിന് ശേഷം അവസാനത്തെ ഹർഫിന്റെ മുമ്പുള്ള ഹർഫിന്റെ ഹർക്കത്ത് ഫതഹോ കെസറോ ആയാൽ ആദ്യത്തിൽ കിസറാക്കപ്പെട്ട വസ്ലിന്റെ അലിഫ് കൊണ്ടുവരും. ഇനി കിതാബിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. നഹ്വു ഇദ്രിബ് മിൻ ളറബ യദ്രിബു വഫ്തഹ് മിൻ ഫതഹ യഫ്തഹു. ഇദ്രിബ് എന്നത് ളറബ യദ്രിബു എന്നതിൽ നിന്ന് ലഭിച്ചതുപോലെ ഫതഹ യഫ്തഹു എന്നതിൽ നിന്ന് ഇഫ്തഹ് എന്നു പറയുന്നതുപോലെ. ഇനി അടുത്ത രൂപം പരിചയപ്പെടാം. വ അമ്മ ഇൻ കാന ഐനുൽ ഫിഅലി മദ്മൂമതൻ, ഇനി അതിന്റെ ഐൻ ഫിഅൽ, അതായത് അവസാനത്തിന്റെ മുമ്പുള്ള അക്ഷരം വമ്മ ആണെങ്കിൽ ഫതുദ്ഖിലു അലിഫൽ വസ്ലി മദ്മൂമതൻ, അപ്പോൾ ഫിഅലിന്റെ ആദ്യത്തിൽ വമ്മാക്കപ്പെട്ട വസ്ലിന്റെ അലിഫിനെ പ്രവേശിപ്പിക്കും. നഹ്വു ഉൻസുർ മിൻ നസറ യൻസുറു വക്തുബ് മിൻ കതബ യക്തുബു. ഉൻസുർ, ഉക്തുബ് എന്നീ ഉദാഹരണങ്ങൾ പോലെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യക്തുബു എന്നതിന്റെ യാഇനെ കളഞ്ഞപ്പോൾ സുക്കൂനാണ്. അവസാനത്തിന്റെ മുമ്പുള്ള ഹർഫിന് ദമ്മു വരികയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ ദമ്മാക്കപ്പെട്ട വസ്ലിന്റെ അലിഫിനെ പ്രവേശിപ്പിച്ചു. ഈ 3 സ്ഥലത്തും അവസാനത്തെ ഹർഫിന് സുക്കൂൻ നൽകും എന്നത് പറയേണ്ടതില്ലല്ലോ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അതെങ്ങനെ സർഫാക്കുമെന്നും സീഹയും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ പേഴ്സണലായി ചോദിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.